നല്ലതാണ് അഹങ്കാരി ലേബൽ ഉള്ളത്. അഹങ്കാരി ലേബൽ ഉള്ളതൊക്കെ നിങ്ങൾക്ക് നിങ്ങളെടുത്ത ആൾക്കാർക്ക് അങ്ങനെ ഒരു രീതിയിൽ നിങ്ങൾ വളരെ ഈസിലി യൂസ് ചെയ്യാൻ പറ്റില്ല എന്ന് പറയുന്ന ഒരു സ്പേസ് ഉണ്ട്. യൂസ് ചെയ്യാന്ന് പറയുന്നത് വേറൊരു രീതിയിലല്ല കേട്ടോ പറയുന്നത്. നിങ്ങൾ എന്താ പറയുക, യൂട്ടിലൈസ് ചെയ്യാൻ പറ്റില്ല, നിങ്ങൾക്ക് ഇത് തന്നില്ലെങ്കിൽ കുഴപ്പമില്ല എന്ന് വിചാരിക്കുന്ന സ്പേസിൽ നിന്ന് മാറുക എന്ന് പറയുന്നത് സിനിമയിൽ വളരെ ഡിഫിക്കൽട്ടായിട്ടുള്ള കാര്യം. അത് പെൺകുട്ടികൾക്ക് മാത്രമല്ല ആൺകുട്ടികൾക്കും അങ്ങനെയാണ്. നിങ്ങൾക്ക് നിന്ന് കൊടുത്തു പോയാ പിന്നെ എല്ലാ കാര്യത്തിലും ഇപ്പോൾ എനിക്ക് ക്യാരവൻ ഇല്ലെങ്കിൽ, ക്യാരവനെ കുറിച്ചല്ല കേട്ടോ പറയുന്നത്, ക്യാരവൻ ഇല്ലെങ്കിൽ ഓക്കെ ആണെന്നുള്ള ആർട്ടിസ്റ്റിന് ക്യാരവൻ കിട്ടില്ല. പിന്നെ അയാൾക്ക് പേ സ്കെയില് ഇത്രയും കിട്ടിയാലും മതി, ഓക്കെ ആണെന്നുള്ള ഇതാണെന്നുണ്ടെങ്കിൽ അയാൾക്ക് പിന്നെ ആ ബാറിന്റെ മുകളിൽ കിട്ടില്ല. എല്ലാവരുടെയും പ്രശ്നമാണ്. പിന്നെ അയാൾ ഡിസേർവ് ചെയ്യുന്നുണ്ടെന്നുള്ള രണ്ടാമത്തെ ചോദ്യമാണ്. ഡിസേർവ് ചെയ്യുന്നുണ്ട്. ഇപ്പൊ ഞാൻ പോയി പറഞ്ഞു എനിക്ക് നാളെ 10 കോടി രൂപ വേണമെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഏത് പ്രൊഡ്യൂസർ അതല്ല ഞാൻ പറഞ്ഞ ഒരു മിനിമം കാര്യം ചോദിച്ചു. ഈ അഹങ്കാരി എന്നുള്ള ലേവല് നമുക്കൊരു നമ്മൾ ഈ ചിലർക്കുള്ളൊരു ധാരണ എന്നുണ്ട്, എളിമ പിടിച്ചു കഴിഞ്ഞാൽ കൂടുതൽ നമുക്ക് വർക്കുകൾ കൂടുതൽ കിട്ടാൻ സാധിക്കുന്നത്. അതൊരിക്കലും ഇല്ല. നമുക്കൊരു കഴിവുണ്ടെങ്കിൽ ഈ അഹങ്കാരി ആണെങ്കിലും എളിമയുള്ള ആളാണെങ്കിലും ഒരുപോലെ തന്നെ കാര്യങ്ങൾ വർക്ക്. ഇപ്പൊ എനിക്കാണല്ലോ ഏറ്റവും കൂടുതൽ രജനീകാന്താണ് എനിക്ക് തോന്നുന്ന ആ ഒരു അത് തന്നെ എനിക്ക് തോന്നുന്നത്. പുള്ളി ഭയങ്കര ഹമ്പിളാണെന്ന്. പുള്ളി അതായതുകൊണ്ട് ആവാം. ഇപ്പൊ നമ്മള് ഞാൻ പറയട്ടെ, ഇപ്പൊ എന്നോട് തന്നെ വർക്കായിട്ടുള്ള ചില ആരെങ്കിലും കുറച്ച് ഇതൊക്കെ ശരിക്കും നീ ഇങ്ങനെ തന്നെയാണോ എന്ന് എനിക്ക് തോന്നുന്നുണ്ട്. ചിലപ്പോ എല്ലാ മനുഷ്യരും അങ്ങനെ ആയിരിക്കണം എന്നില്ല. അപ്പൊ ഞാനിങ്ങനെ പറയാറുണ്ട്, നിങ്ങൾക്ക് അങ്ങനെ ആവണം നിർബന്ധമൊന്നുമില്ല. എന്നാൽ ഇതൊക്കെ നമ്മുടെ സിനിമയുടെ ഈ ഉണ്ടാക്കി വെച്ചിരിക്കുന്ന സ്ട്രക്ചറിന്റെ ഭാഗമായിട്ട് ഉണ്ടായി വന്നിരിക്കുന്ന കാര്യങ്ങളാണെങ്കിൽ ഇതൊന്നും ചോദിക്കരുത്, ഇതൊന്നും പറയരുത്, ഇതൊക്കെ ഇങ്ങനെയൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ ഇത് പോവും. അല്ലെങ്കിൽ നിങ്ങൾ ഫസ്റ്റ് സിനിമ ചെയ്ത് നിങ്ങൾക്ക് ഇവിടെ ഒരു കരിയർ സെറ്റ് ആവണമെന്നുണ്ടെങ്കിൽ അപ്പം തന്നെ നിങ്ങൾ കൊച്ചിയിലേക്ക് ഷിഫ്റ്റ് ആവണം എന്നൊക്കെ പറയുന്ന സാധനങ്ങളൊക്കെ എൻ്റെ അടുത്ത് എത്രയോ പേര് വന്ന് ചോദിക്കാറുണ്ട്. കൊച്ചിയിലേക്ക് ഷിഫ്റ്റ് ആവുന്നതിനെ പറ്റി അല്ലെങ്കിൽ ഞാൻ പറയും, നിങ്ങളുടെ കരിയർ സെറ്റ് ആവട്ടെ. നിങ്ങളൊരു 4 സിനിമ ചെയ്ത് നിങ്ങൾക്ക് ഓക്കെ, 4 സിനിമയ്ക്ക് അപ്പുറം നിങ്ങൾക്ക് കോൾസ് ഒക്കെ വരും എന്നുള്ളൊരു തോന്നൽ നിങ്ങൾക്ക് ഉണ്ടാവുമ്പോൾ നിങ്ങൾ കംപ്ലീറ്റ്ലി ഷിഫ്റ്റ് ആവുക. അല്ലെങ്കിൽ നിങ്ങൾ ഇവിടെ വന്നു കഴിഞ്ഞാൽ നിങ്ങൾ സ്ട്രഗിളിംഗ് ആണ്. പിന്നെയും എല്ലാവരും സ്ട്രഗിളിംഗ് ആണ്. നമുക്ക് വരുന്നൊരു സിനിമ മാത്രമായിരിക്കും, അല്ലെങ്കിൽ 1-2 സിനിമകൾ നമുക്ക് ഇതുപോലെ കിട്ടിക്കഴിഞ്ഞാലും പിന്നെ ഈ പറയുന്നത് നമ്മൾ അങ്ങനെ അങ്ങോട്ട് ചോദിക്കുന്നതാണെങ്കിൽ ഇതുപോലെ പേയ്മെൻറ്റ് പ്രശ്നം വരും. അപ്പോൾ പിന്നെ ആ കിട്ടുന്ന പേയ്മെൻറ്റിന് നമ്മൾ ഈ സിനിമകൾ ചെയ്യേണ്ടി വരും. അപ്പം നിങ്ങൾക്ക് ഒരു വാല്യൂ വരുന്നൊരു സമയം വരെ നിങ്ങൾക്ക് സ്റ്റേബിളായിട്ട് നിൽക്കണം എന്നുണ്ടെങ്കിൽ നിങ്ങൾ നിങ്ങളുടെ സ്പേസിൽ നിൽക്കുക. നിങ്ങൾ ഷിഫ്റ്റ് ചെയ്യപ്പെട്ട് കഴിഞ്ഞാൽ പിന്നെ നിങ്ങൾക്ക് പ്രശ്നമാണ്. കാരണം നിങ്ങൾക്ക് ഇവിടെ സർവൈവ് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഇതൊക്കെ ചെയ്യണം എന്ന് പറയുന്നൊരു സ്പേസ് വരും.